സൈനുൽ ആബിദ് സഖാഫി പത്തനാപുരം, കൗൺസിലർ, സൈക്കോ തെറാപ്പിസ്റ്റ്, LD മാനേജ്മെൻറ്റ് ട്രെയിനർ, റെമഡി പ്ലസ് ക്ലിനിക് ഓമശ്ശേരി. ഇന്ന് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് കുട്ടികളുടെ പഠന വിഷയങ്ങൾ. കുട്ടി നല്ല നിലയിൽ പഠിക്കാൻ അവന് സാധിക്കുന്നില്ല, എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അവന് എങ്ങനെ അവനോട് പറഞ്ഞാലും അവനക്ക് പഠനത്തോട് താല്പര്യമേ വരുന്നില്ല. ഇതിൻ്റെയൊക്കെ ചില കാരണങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശദമായി മനസ്സിലാക്കി ആ കാര്യങ്ങൾ നാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങളിൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. സാധാരണ നാം കുട്ടികളെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ പഠനത്തോട് താല്പര്യം കുറഞ്ഞു പോകാറുണ്ട്. ഇതേ അവസ്ഥ തന്നെ മറ്റു വിഷയങ്ങളിലും നാം ഇടപെടുന്ന കാര്യങ്ങളിലാവുമ്പോൾ അവർക്ക് താല്പര്യം കുറഞ്ഞു പോകുന്നതായി കാണാം. ഇതിൻ്റെ ചില കാരണങ്ങൾ നാം ആദ്യം മനസ്സിലാക്കണം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, കുട്ടികളുടെ പഠനത്തിലേക്ക് ഒരുക്കുമ്പോൾ ഏകദേശം ഒരു 5 വയസ്സാകുമ്പോഴേക്ക് നാം കുട്ടികളെ നഴ്സറികളിൽ ചേർക്കപ്പെടും. ആ സമയത്ത് കുട്ടിക്ക് പഠനം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത സമയമാണ്. എല്ലാവരും സ്കൂളിൽ പോകുന്നത് പോലെ ഞാനും പോകുന്നു എന്ന ആ ഒരു രീതിയിലാണ് കുട്ടികൾ കാണാറുള്ളത്. അവിടെയുള്ള കളിയും ചിരിയിലും പെട്ട് അങ്ങനെ മുന്നോട്ട് പോകും 2 വർഷക്കാലം. പിന്നീട് ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് കുട്ടിയോട് ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ പറയാറുള്ളത് സാഹചര്യങ്ങളെ വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും. ഒന്നിരിക്കൽ എനിക്ക് പോലീസാകണം, അല്ലെങ്കിൽ ഡ്രൈവർ ആവണം, ഇങ്ങനെ തുടങ്ങിയ നാം സമൂഹത്തിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങളാണ് കുട്ടികൾ ആദ്യം പറയുക. എന്നാൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് കുട്ടികളുടെ ചിന്തകളും അവരുടെ സ്വഭാവ രീതികളൊക്കെ മാറി. 10ാം ക്ലാസ്സിലെത്തിയ കുട്ടിയോട് ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെറുപ്രായത്തിൽ തന്നെ പഠനത്തിൻ്റെ മൂല്യം നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ലക്ഷ്യബോധം അവർക്കുണ്ടായിരിക്കും. എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, നല്ല പ്രഭാഷകനാവണം, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ലക്ഷ്യങ്ങൾ കുട്ടികളിൽ മുട്ടിടുന്ന സമയമാണ്. ആദ്യം നാം കൊടുത്തത് അറിവിനോടുള്ള മൂല്യത്തെ പഠിപ്പിച്ചു കൊടുത്താൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ അവർക്ക് സ്വാഭാവികമായി അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് പഠനത്തോട് താല്പര്യം കുറഞ്ഞു പോകുന്നത്? ഇതിൻ്റെ ചില കാരണങ്ങളും പരിഹാര മാർഗങ്ങളും നമുക്ക് പറയാം. അതായത് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, കുട്ടി പഠനത്തിനോട് എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട്. നാം പഠനത്തിൻ്റെ മൂല്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പഠനത്തോട് കുട്ടിക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെ ആവുകയില്ല. ചില കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചില കുട്ടികൾക്ക് സാവധാനമായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നാം ഒരിക്കലും ഈ സമയത്ത് എൻ്റെ കുട്ടിക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് കുട്ടിയെ മണ്ടനോ അല്ലെങ്കിൽ അവനൊന്നും തിരിയില്ല എന്ന നിലക്ക് കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, നാം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടിക്ക് പഠനത്തിനോട് താല്പര്യം കുറഞ്ഞു പോകും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. താല്പര്യം ലഭിക്കണമെങ്കിൽ ആദ്യം ലക്ഷ്യം കണ്ടെത്തി കൊടുക്കണം. ലക്ഷ്യത്തിലേക്കുള്ള പ്രചോദനം നാം കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ ഏത് കുട്ടിയും താല്പര്യത്തോടെ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, കുട്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നാം അവരെ വഴക്ക് പറയാറുണ്ട്. പലപ്പോഴും പല കുട്ടികളെ വെച്ചും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ വെച്ച് താരതമ്യം ചെയ്യും. അവരൊക്കെ നല്ല മാർക്ക് വാങ്ങി, നിനക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? നിന്നെ വലിയ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് നിനക്ക് പഠിപ്പിക്കുന്നത്, നിനക്ക് നേരത്തിന് ഭക്ഷണം ഇവിടെ തരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നാം ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടിയോട് പറഞ്ഞ് എന്നിട്ട് അവനോട് പറയുന്ന വാക്കെന്താണ്? നിന്നെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, വെറുതെ പണം ചെലവഴിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് രക്ഷിതാക്കൾ മാറി വരികയാണ്. ഇങ്ങനെയുള്ള സംസാരം കൊണ്ട് കുട്ടികൾക്ക് ഒരിക്കലും അത് പഠനത്തിലേക്ക് താല്പര്യം വരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും അത്തരം വാക്കുകളാണ് കുട്ടികളെ പലപ്പോഴും പഠിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത്. അപ്പോൾ നാം എപ്പോഴും ഏത് ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും കുട്ടിയുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വിഷയത്തിൽ 50-ൽ
5 മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും നാം മറ്റുള്ള കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യരുത്. അത് കുട്ടിയോട് പറയാനേ പാടില്ല. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലേക്ക് അവന്റെ പ്രായക്കാരെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പരീക്ഷ കഴിഞ്ഞ ഉടനെയുള്ള സമയങ്ങളിലാകുമ്പോൾ കുട്ടിയുടെ മാർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും പറയാറുള്ള ഇവന് അത്ര മാർക്കൊന്നും ലഭിച്ചില്ല എന്ന് അവന്റെ മുന്നിൽ വെച്ച് തന്നെ മറ്റ് കുട്ടിയെ കുറിച്ച്, അതാ കുടുംബത്തിലെ കുട്ടിയെ ഒന്ന് ഉയർത്തി കണ്ടില്ലേ അവനൊക്കെ വളരെ ഉഷാറായി മാർക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞു സ്വന്തം കുട്ടിയെ നാം വിലയില്ലാത്ത രീതിയിൽ നാം പറയാറുണ്ട്. ഇത് കുട്ടിയുടെ മാനസികാവസ്ഥ വളരെയധികം വലിയൊരു പ്രശ്നത്തിലേക്കാണ് അത് കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാർക്ക് കുറഞ്ഞാലും അഥവാ നാം പ്രതീക്ഷിച്ച മാർക്ക് കുട്ടിക്കില്ല, നല്ല ട്യൂഷൻ നാം കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ വെച്ച് നന്നായി പഠിച്ചു പോയ കുട്ടിയാണ്, പക്ഷേ പരീക്ഷ നേരിടുന്ന സമയത്ത് കുട്ടിക്ക് അത്ര നല്ലൊരു രീതിയിൽ കുട്ടിക്ക് പരീക്ഷയെ നേരിടാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിൽ കുട്ടി പഠിച്ചിട്ടില്ല എന്നതല്ല, കുട്ടിയുടെ മാനസികമായ ചില പ്രയാസങ്ങൾ കാരണം കുട്ടിക്ക് പരീക്ഷയെ നേരിടാൻ സാധിച്ചില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടിക്ക് എപ്പോഴും നാം കൂടെ ഉണ്ടാവുക. കുട്ടി നല്ല മാർക്ക് വാങ്ങിയാലും അഥവാ നാം ഉദ്ദേശിച്ച മാർക്കും അതിനപ്പുറം മാർക്കുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല അഭിസംബോധന നാം നൽകി അല്ലെങ്കിൽ അവനക്ക് നല്ല സമ്മാനങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ മോനെ വിഷമിക്കണ്ട, ഞാൻ എൻ്റെ കൂടെയുണ്ട്, നിനക്ക് അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങും, നീ മാർക്ക് വാങ്ങുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്നുള്ളൊരു പ്രചോദനം കൊടുത്തു നോക്കൂ. കുട്ടി അഥവാ ക്ലാസ്സിലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് നമ്മുടെ കുട്ടിക്കാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കുട്ടിക്ക് അത്ര വിഷയമില്ലെങ്കിലും കുട്ടികളുടെ കൂട്ടുകാർക്കിടയിൽ വലിയൊരു പ്രശ്നമാണ്. കൂട്ടുകാർ തന്നെ അവരെ കളിയാക്കുന്ന അവസ്ഥ സ്കൂളിൽ വെച്ചുണ്ടാകും അല്ലെങ്കിൽ മദ്രസയിൽ വെച്ചിട്ടുണ്ടാകും. ഈ ഒരു സിറ്റുവേഷനിലാണ് കുട്ടി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കുട്ടിക്ക് ആ സ്കൂളിൽ വെച്ച് നടന്ന നെഗറ്റീവ് സ്ട്രോക്കിനേക്കാൾ കൂടുതലായി സ്ട്രോക്ക് നമ്മിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് പഠനത്തോടുള്ള എല്ലാവിധ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു വരുന്നു അതും കൂടി നമുക്ക് പറയാം. അഥവാ കുട്ടികൾ പഠിക്കുന്ന സമയം നാം ആദ്യം നിശ്ചയിക്കണം. കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യമുള്ള സമയം ഏത് സമയത്താണ് എന്ന് നാം ആദ്യം കണ്ടെത്തണം. അതുപോലെ തന്നെ എത്ര സമയം എൻ്റെ കുട്ടിക്ക് ഒരു പുസ്തകം വായിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ഏത് സമയത്താണ് കൂടുതൽ വായിക്കുമ്പോൾ ചടപ്പ് അനുഭവപ്പെടുന്നത്. പഠിക്കാൻ അവനെ ക്ഷണിക്കുമ്പോൾ അതിനത്ര മൂടല്ല എങ്കിൽ ഒരിക്കലും ആ കുട്ടി ആ സമയത്ത് നാം പഠനത്തിന് വേണ്ടി വലിച്ചേച്ച് കൊണ്ടുവരാൻ പാടില്ല. അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക. കാരണം നമ്മുടെ സ്വന്തം കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, നമ്മുടെ താല്പര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ടും നടക്കുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ പഠന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങൾ, അതുപോലെ തന്നെ വീട്ടിൽ ആവശ്യമായ ഉപകരണ വസ്തുക്കൾ ആവശ്യമാണ്. പല കുട്ടികളും സ്കൂളിലേക്കും മദ്രസയിലേക്കും ഹോംവർക്ക് ചെയ്യാതെ വരുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. പലപ്പോഴും കുട്ടികൾക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം, ഇത് നിന്റെ റൂമാണ്, ഇത് നിനക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള റൂമാണ്, അതിനുള്ള എല്ലാ സെറ്റപ്പും നാം ചെയ്തു കൊടുത്താൽ ആ റൂമിലേക്ക് തന്നെ കുട്ടി പോകുമ്പോൾ ഇതെന്റെ റൂമാണ്, ഇതെനിക്ക് പഠിക്കാനുള്ള റൂമാണ് എന്നുള്ള ഒരു നല്ലൊരു മാനസിക അവസ്ഥയിലേക്ക് കുട്ടികൾക്ക് വരുന്നത് കൊണ്ട് തീർച്ചയായും ആ കുട്ടി സ്വയം പഠിക്കാനുള്ള താല്പര്യത്തിലേക്ക് വരികയും എത്ര സമയമാണെങ്കിലും അവർ പഠിക്കുകയും ചെയ്യും. ഇവിടെ പലപ്പോഴും നാം ചെയ്യാറുള്ളത്, കുട്ടി ഒരിക്കലും തയ്യാറാവാതെ നാം കുട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്ക് ആ പഠനം കൊണ്ട് ഒന്നും മനസ്സിലാവുകയില്ല. മറ്റൊന്ന് കുട്ടികളോട് പറയണം, അഥവാ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വായിക്കണം. ഇപ്പൊ നമുക്കൊരു പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ അത് കൃത്യമായ അക്ഷരം സ്ഫുടതയോടെ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിലും അതിൽ എന്താണ് പറഞ്ഞത് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി കുട്ടിയോട് പറയാം. അങ്ങനെ വായിച്ചതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് പുസ്തകമൊക്കെ അടച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ വായിച്ചത് എന്താണ് എനിക്ക് കിട്ടിയ പോയിന്റുകൾ എന്ന് കുട്ടികൾ കണ്ണടച്ചുകൊണ്ട് അല്പസമയം 3 മിനിറ്റ് എങ്കിലും ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ എന്തായാലും മനസ്സിലാകും. ഇത് പരീക്ഷയോട് അടുത്ത സമയങ്ങളിലൊക്കെ നാം പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സാകാൻ സാധിക്കുകയും ചെയ്യും. പിന്നീട് നാം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും ദേഷ്യപ്പെട്ട് പഠിപ്പിക്കരുത്. നമുക്ക് പഠിപ്പിക്കാൻ നല്ല താല്പര്യമുണ്ടാകും, പക്ഷേ കുട്ടി
ആ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാനസികമായ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുട്ടിയോട് വായിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാൽ, നാളെ ഹോംവർക്ക് ഉണ്ട് അത് ചെയ്തു വരാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ഈ രീതിയിലിരിക്കും, ഒന്നും മിണ്ടാതെ ഒരു വാശി പിടിച്ചിരിക്കും. അതാണ് സ്വാഭാവികമായും നാം കാണാറുള്ളത്. ഈ സമയത്ത് നാം മനസ്സിലാക്കണം, കുട്ടിക്ക് ഇപ്പോൾ പഠനത്തോട് താല്പര്യമില്ല, ഈ സമയം കുട്ടിക്ക് അത്ര യോജിച്ചതല്ല, മറ്റു മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. ഒന്നിരിക്കൽ സ്കൂളിൽ വെച്ച് കൂട്ടുകാർ തമ്മിലുള്ള അടിപിടി ഉണ്ടായ ദിവസമാകാം, അല്ലെങ്കിൽ മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിട്ട കുട്ടിയാകാം. ഇത്തരം കുട്ടികൾ പലപ്പോഴും വീട്ടിൽ വെച്ച് പഠിക്കണ സമയത്ത് കൂടുതലായി ആ സമയം അത് ഓർത്തുകൊണ്ടിരിക്കും. നാളെ സ്കൂളിൽ പോയാൽ ഇത് തന്നെയായിരിക്കുമല്ലോ അവസ്ഥ, ഇന്ന് നടന്നതുപോലെ തന്നെയല്ലേ നാളെ പോയാലും എന്നുള്ളൊരു ചിന്തകളാണ് ആ സമയത്ത് കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ കുട്ടിയുടെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നാം പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവർ പഠിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ദേഷ്യത്തോടെ നാം പറയാൻ പാടില്ല. പഠിക്കൂ എന്ന് ഒരു നിർബന്ധപരമായിട്ട് നാം ഷൗട്ട് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചാൽ തീർച്ചയായും ആ പഠനം കുട്ടികൾ താല്പര്യത്തോടെ അല്ല എങ്കിൽ അത് വെറുതെയാണ്, ആ സമയം വെറുതെ കളയലാണ്. അതോടൊപ്പം തന്നെ പല കുട്ടികളും വൈകി ഉറങ്ങുന്ന കുട്ടികളുണ്ട്. നേരത്തെ ഉറങ്ങണമെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും നാം ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഒരു 7 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. എന്നാൽ ഭക്ഷണം കഴിച്ച് കുട്ടി അല്പം ഒന്ന് പഠിക്കുകയാണെങ്കിൽ നാം കഴിച്ച ഭക്ഷണം, കുട്ടികൾ കഴിച്ച ഭക്ഷണം അത് ദഹിക്കാനും കൂടിയുള്ള ഒരു അവസരം കൂടി നാം അവർക്ക് കൊടുക്കണം. പലപ്പോഴും കുട്ടികൾ എല്ലാം പഠിച്ചതിന് ശേഷം വായിച്ചു എഴുതി വളരെയധികം ക്ഷീണം സംഭവിച്ച സമയത്താണ് പലപ്പോഴും നാം ഭക്ഷണം കൊടുക്കാറുള്ളത്. അതും ഉറങ്ങുന്നതിന്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയത്താണ്. ഈ സമയത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ദഹനത്തിന് പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ കുട്ടികൾ തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും വൈകിപ്പോകും. നാം ചെയ്യേണ്ടത് കുട്ടികൾ ഒരിക്കലും വൈകി ഉറങ്ങാൻ അവരെ അവർ ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെയും ഉറങ്ങാൻ അനുവദിക്കരുത്. എന്തായാലും ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ അത് ദഹിക്കാനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും സമയം കണ്ടെത്താൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയും ഒരുപാട് പറയാനുണ്ട്, അത് പാർട്ട് 2 വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ഫോളോ ചെയ്ത് നാം ഒരു 21 ദിവസം നാം കണ്ടിന്യൂ ആയി ചെയ്തു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സാധ്യമാണ്, വിഷമിക്കേണ്ട കാര്യമില്ല.